സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിലും സഭയ്ക്ക് പുറത്തും ഇപ്പോഴും അത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ വല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ, അവരുടെ ഭരണപക്ഷത്തിൻ്റെ നടത്തിപ്പ് ശരിയായ രീതിയിലല്ല, അദാനി കമ്പനിയുമായുള്ള ഉടമ്പടി പുനഃപരിശോധിക്കണമെന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ തുടങ്ങിയതാണ്. ഏതായാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ പറഞ്ഞു, നമ്മൾ എത്രത്തോളം കാലതാമസം വരുത്തുന്നോ അത്രയും തന്നെ സ്പീഡായിട്ട് തമിഴ്നാട് ചിലപ്പോൾ ഈ പറയുന്ന ആനുകൂല്യങ്ങളെല്ലാം കൊണ്ട് അവിടെ അവരുടെ പോർട്ട് വികസിപ്പിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ടാകും എന്ന് പറയുന്നുണ്ട്. സർ, ശരിക്കും വിഴിഞ്ഞം പദ്ധതിയിൽ ഇപ്പോൾ ഈ ഉണ്ടാകുന്ന കോലാഹലത്തിൻ്റെ നിജസ്ഥിതി എന്താണ്? അത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരുതരം നോക്കുകൂലി മേടിക്കാനുള്ള ഗുണ്ടാപ്പിരിവ് പദ്ധതി മാത്രമാണ്. ഇവിടെ 13,220 കോടി രൂപയുടെ കരാറാണ് ഈ MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അദാനി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഷെയറുകൾ വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന നേട്ടം. 13,220 കോടി രൂപ അവര് ഈ അദാനി കമ്പനിയിൽ വിഴിഞ്ഞം പോർട്ടിൽ നിക്ഷേപിക്കുമ്പോൾ അതിന്റെ വികസനം ലഭിക്കുന്നത് മുഖ്യമായിട്ടും കേരളത്തിലാണ്. എന്നാൽ ഇത്രയും വലിയ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അവർക്ക് 155 രാജ്യങ്ങളായി 800-ലധികം ഷിപ്പുകൾ, അതായത് കപ്പലുകളുള്ള ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി വന്ന് ഈ ഒരു കരാറ് വയ്ക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ് വരുന്നത്. 13,220 കോടി രൂപ ഒറ്റയടിക്ക് കേരളത്തിലേക്ക് നിക്ഷേപം വന്ന ചരിത്രമേ ഇല്ല. ആ ചരിത്രപരമായിട്ടുള്ള വിദേശ നിക്ഷേപം വരുമ്പോൾ അത് തല്ലിക്കെടുത്തി അവരെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള നീക്കമാണ് ഇന്നലെ നിയമസഭയിൽ കണ്ടത്. അതായത് UDF-ഉം LDF-ഉം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നിക്ഷേപത്തിനെതിരെയുള്ള പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ മലയാളിയെ രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല, ആ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അപ്പോൾ ഈ 13,220 കോടി രൂപയുടെ ഈ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ, ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയുടെ സഹകരണം എന്ന് പറയുമ്പോൾ, ഇന്ന് നിലവിലുള്ള ലോകത്തെ തുറമുഖങ്ങളിലെ ഏറ്റവും വലിയ തുറമുഖമായി വികസിക്കാനുള്ള വലിയ അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ആ വികസനത്തെക്കുറിച്ച് കാണാൻ കണ്ണില്ലാത്തവരാണ് ഇവിടുത്തെ LDF-ഉം ഇവിടുത്തെ UDF-ഉം. അതായത് വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് പൂർണ്ണ രൂപത്തിലേക്ക് വികസിക്കുന്ന കാലത്ത് തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയുടെ പകുതിയും ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാച്ച്മെന്റ് ഏരിയ ആയിട്ട് വരും. അതായത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോകേണ്ട കണ്ടെയ്നറുകൾ അടുക്കി വെക്കാനുള്ള സ്ഥലവും അവരുടെ കമ്പനികൾ പ്രവർത്തിക്കുന്ന ഓഫീസുകളും, തുടർന്ന് ഈ വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കൈമാറ്റം ചെയ്യുന്ന മേഖലയും, കൃഷി കാർഷിക മേഖലയും, വ്യവസായ മേഖലയും, അതുപോലെ കൊമേഴ്സ് മേഖലയും ഒന്നിച്ചു നിന്നുകൊണ്ട് അന്താരാഷ്ട്ര രംഗത്ത് വലിയ മുന്നേറ്റം. അതാണ് 155 രാജ്യങ്ങളുമായി കപ്പൽ സർവീസുകൾ നടത്തുന്ന 800-ലധികം കപ്പലുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന MSC കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്നത് UDF ആണ്, പ്രതിപക്ഷത്തിരിക്കുന്നത് LDF ആണ്. ഈ രണ്ടു കൂട്ടരും വികസനത്തിനെതിരാണ് എന്നാണ് നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. അതായത് ഇങ്ങനെ ഒരു ചാൻസ് വരുമ്പോൾ അതിനെ ചാടി പിടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തില്ല എങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഈ പദ്ധതി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ പോയാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എത്ര വലുതായിരിക്കും? വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ തന്നെ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിനോട് ചേർന്നാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കേവലം 1/2 മണിക്കൂർ കൊണ്ട് തമിഴ്നാടിന്റെ അതിർത്തിയിലെത്തും. 25 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ പറിച്ചെടുത്ത് തമിഴ്നാട്ടിൽ കൊണ്ടുവെക്കാൻ പറ്റില്ല, കാരണം അത് പ്രകൃതിയുടെ ഒരു വലിയ ദാനമാണ്. എന്നാൽ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തിരുമണ്ടന്മാരായതുകൊണ്ടും രാജ്യവിരുദ്ധന്മാരും ജനവിരുദ്ധന്മാരുമായതുകൊണ്ടും ഇതിന്റെ വികസനമല്ല അവർ ഉദ്ദേശിക്കുന്നത്. വികസിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി പ്രമേയം പാസാക്കി അവരെ ഒന്ന് വിരട്ടുക. അങ്ങനെ വിരട്ടുമ്പോൾ LDF-നും UDF-നും ഇഷ്ടം പോലെ കൈമടക്ക് കിട്ടും.
അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. ഇവർ സമരവും നടത്തും. പാവപ്പെട്ട ജനം കഴുതയായതുകൊണ്ട് ഇവർ വിളിക്കുന്ന സമരത്തിന് ആളിന് പോകും. എന്നിട്ട് അവിടെ പോയി കേരള വികസനത്തിന്റെ ആണിക്കല്ലായി നിൽക്കുന്ന ഇപ്പോഴത്തെ ഈ പദ്ധതി, വിഴിഞ്ഞം പദ്ധതിയെ അടച്ചു പൂട്ടി കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് തോൽപ്പിച്ചോടിക്കുക എന്നുള്ള ഒരു തന്ത്രം, കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ് ഇപ്പോൾ LDFും UDFും ഒന്നിച്ച് നിയമസഭയിൽ പയറ്റി തെളിഞ്ഞ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, മലയാളി രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ LDFും UDFും സമ്മതിക്കില്ല എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ് ഇന്നലെ നിയമസഭയിൽ കണ്ടത്. അതുകൊണ്ട് ഇനി മുന്നോട്ട് വരുമ്പോൾ നിയമപരമായി, ഭരണപരമായി എന്തെല്ലാം പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി നൂലാമാലകൾ സൃഷ്ടിക്കാമോ അതായിരിക്കും ഇന്ന് LDFന്റെയും UDFന്റെയും നയം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അദാനി കമ്പനിയും MSC എന്ന് പറയുന്ന കമ്പനിയും ഒക്കെ കറവ് പശുക്കളാണ്. പാർട്ടി ഫണ്ട് മേടിച്ചെടുക്കാനും ബാക്കിയൊക്കെ ഗുണ്ടായിസം കൊണ്ട് ഭീഷണിപ്പെടുത്താനും രാജ്യം നശിച്ചാലും ഞങ്ങൾ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമായ ഇടത് വലത് മുന്നണികളുടെ നേതാക്കന്മാർക്ക് പണമുണ്ടാക്കാനുള്ള അവസരമായി ഈ സമരത്തെ, ഈ പറയുന്ന ഏകകണ്ഠമായ പ്രമേയത്തെ നമുക്ക് കാണാം. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന അദാനി പോർട്ടിനെതിരെ, വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ വലിയ തോതിലുള്ള സമര വേലിയേറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെ കുട്ടി സഖാക്കളെയും ബൂത്ത് കോൺഗ്രസിനെയും സമരരംഗത്തേക്ക് ഇറക്കി വിട്ടിട്ട് മുതലാളിമാരെ രഹസ്യമായി തലയിൽ മുണ്ടിട്ട് പോയി കണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന കിമ്പളം വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് LDFന്റെയും UDFന്റെയും നയം എന്ന് ഈ പദ്ധതിയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന തടസ്സത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. സാർ, ഇതിൽ നമുക്ക് ഇപ്പോൾ ഇന്നലെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ നടന്ന ചർച്ച എന്ന് പറയുന്നത് അദാനിക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന ഈ പോർട്ട് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദാനി നിഷ്പക്ഷമായി സർക്കാരിനോട് ആലോചിക്കാതെ തീരുമാനമെടുത്തു. സാർ ഈ പറഞ്ഞ MSC കമ്പനിക്ക് അത് മറിച്ച് നൽകി എന്ന രീതിയിലൊക്കെയാണ്. കാര്യം ഇപ്പോൾ സാധാരണക്കാരന് മനസ്സിലാക്കാനാണെങ്കിൽ എന്താണ് സാർ ഇതിനകത്തെ സത്യാവസ്ഥ? അതൊന്ന് ചുരുക്കി പറയാം. സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണത്തിൽ കൂടി ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ റോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഈ റോഡുകൾ ആരുടേതാണ്? പഞ്ചായത്ത് റോഡാണെങ്കിലും സംസ്ഥാന റോഡാണെങ്കിലും അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ആണെങ്കിലും ഈ റോഡുകൾ ആരുടേതാണ്? റോഡുകൾ സർക്കാരിൻ്റെതാണ്. അപ്പോൾ ആ റോഡുകളിൽ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നു, പ്രൈവറ്റ് ബസ് ഓടിക്കുമ്പോൾ അതിലെ കൂടെ ഓടുന്നതിന് അവര് ഒരു സീറ്റിന്റെ എണ്ണം വെച്ചിട്ട് ടാക്സ് പിരിക്കുന്നുണ്ട്. കാറാണെങ്കിലും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ആണെങ്കിലും പിക്കപ്പ് വാൻ ആണെങ്കിലും ട്രക്ക് ആണെങ്കിലും സ്കൂൾ ബസ് ആണെങ്കിലും എന്ത് വാഹനം ഓടിയാലും അതിനൊക്കെ നമുക്ക് വാഹനത്തിൻ്റെതായ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ടാക്സ് അടയ്ക്കുമ്പോൾ എന്തിനാ ടാക്സ് അടയ്ക്കുന്നത്? ഈ റോഡ് നമ്മുടേതല്ലാത്തത് കൊണ്ടാണ് റോഡിന്റെ ഉടമസ്ഥനായ സർക്കാരിന് ടാക്സ് അടയ്ക്കുന്നത്. എന്ന് പറയും പോലെ ഈ ഉടമസ്ഥ അവകാശം സർക്കാരിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഈ വിഴിഞ്ഞം പോർട്ടില് ഇപ്പോൾ അദാനി വരുന്നു, അദാനിക്ക് പറയും MSC വരുന്നു എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ ചുമ്മാ പേടിപ്പിക്കൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവരുദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു വലിയ പ്രക്ഷോഭം ഇവിടെ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് അദാനിയോടും കാശ് മേടിക്കുക, MSC കമ്പനിയോടും കാശ് മേടിക്കുക, എന്നിട്ട് അവസാനം ഇത് അനുവദിച്ചും കൊടുക്കും. അതായത് ഇവരുടെയൊക്കെ പഴയകാല ചരിത്രം നോക്കിയാൽ എന്നൊക്കെ ചാടി ഇറങ്ങി എന്തിനെയൊക്കെ എതിർത്തിട്ടുണ്ടോ അല്പകാലം കഴിയുമ്പോൾ അതിനെയൊക്കെ അനുകൂലിച്ച് അത് നടപ്പാക്കുന്നതും ഇവർ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഈ വിഴിഞ്ഞം തുറമുഖത്ത് ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു പൊറാട്ട് നാടകം മാത്രമാണ്. നാടകം കളിച്ചതിന്റെ കൂലി കൈ കിട്ടി കഴിയുമ്പോൾ സഖാക്കന്മാരും കോൺഗ്രസ്സുകാരും രംഗം പെടുകയും വീണ്ടും ഈ പദ്ധതി സുഗമമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും സാർ, നമുക്ക് തുടർന്നും ഇതിൻ്റെ ചർച്ചകളൊക്കെ വരുമല്ലോ. ഇതിൻ്റെ എന്തൊക്കെയാണ് ഈ നാടകങ്ങൾ? സാറ് പറഞ്ഞ പോലെ പിന്നെ ഈ നാടകങ്ങൾ എന്തായിത്തീരും, ജനത്തെ വിഡ്ഢിയാക്കുന്നത് എത്രത്തോളം നടക്കുമെന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ UDFും LDFും ഒക്കെ കാട്ടിക്കൂട്ടുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. തുടർന്നും ഈ വിഷയം വരുമായിരിക്കും, നമുക്ക് അപ്പോൾ തുടർന്നും ഇരിക്കാം. നന്ദി. താങ്ക് യു സാർ.